എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. 2026 കേരളത്തിൽ നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷന് ഇനി ദിവസങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ. അപ്പോൾ മൂന്ന് മുന്നണികളും സ്ഥാനാർത്ഥി നിർണ്ണയമായിട്ട് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ മുഖ്യധാര മാധ്യമങ്ങളും സോഷ്യൽ മീഡിയയൊക്കെ ഓരോ മണ്ഡലത്തെയും ബന്ധപ്പെടുത്തി ഓരോ ആൾക്കാർ പേരുകൾ ഇങ്ങനെ റൂമേഴ്സ് പറയുന്നുണ്ട്. പക്ഷേ അന്തിമമായിട്ടൊരു പിക്ചർ കിട്ടിയാൽ മാത്രമേ നമുക്ക് പറയാൻ പറ്റൂ ആരാണ് അവിടെ ജയിച്ചു വരിക, ആർക്കാണ് വിജയ സാധ്യത എന്നൊക്കെ പറയാൻ പറ്റൂ. അപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി കേരളത്തിൽ ഒരു MLA പോലും ഇല്ല. രാജ്യം ഭരിക്കുന്ന പാർട്ടിയാണ്, ഇന്ത്യയിലെ മിക്ക സംസ്ഥാനങ്ങളും ഭരിക്കുന്ന ഒരു പാർട്ടിയാണ്. ആ പാർട്ടിക്ക് കേരളത്തിൽ ഒരു MLA പോലും ഇല്ല. പക്ഷേ ഈ 2026 നടക്കാൻ പോകുന്ന നിയമസഭാ ഇലക്ഷനിൽ BJP ഒരു കറുത്ത കുതിര ആവാനുള്ള ഒരു പുറപ്പാടിലാണ്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, അതായത് ഇവിടെ ഇപ്പോൾ എല്ലാവരും പ്രതീക്ഷിക്കുന്നത് കോൺഗ്രസ് തന്നെ ഇന്റേണലായിട്ട് നടത്തിയ ഒരു സർവേയിൽ 100ഓളം സീറ്റുകൾ UDF കിട്ടുമെന്ന് പറയുന്നു. പക്ഷേ LDF ആണ് മിഷൻ 110 എന്ന രീതിയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ 140 അസംബ്ലി സീറ്റുള്ള കേരളത്തിൽ ഇപ്പം കോൺഗ്രസിന് ഒരു 70 സീറ്റ്, LDFന് ഒരു 60 സീറ്റ്, BJPക്ക് ഒരു 10 സീറ്റ്. അപ്പോൾ BJP അവിടെ എന്തായി, BJP ആയിരിക്കും അവിടെ ഭരണം നിയന്ത്രിക്കുന്നത്, അതായത് തീരുമാനിക്കുന്നത്, ആര് ഭരിക്കണം തീരുമാനിക്കുന്നത് BJP ആയിരിക്കും. അപ്പോൾ അതിനുള്ള ആ ഒരു പോസിബിലിറ്റിയാണ് അവർ കാണുന്നത്. BJP ലക്ഷ്യം വെക്കുന്ന ഏകദേശം 20ഓളം സീറ്റുകളാണ്. അപ്പോൾ കേരളത്തെ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ്. അത് സ്ഥാനാർത്ഥി നിർണ്ണയവുമായി ബന്ധപ്പെട്ട് കേരളത്തെ ഞെട്ടിക്കാൻ ഒരുങ്ങുകയാണ് BJP. അതിൽ പറയപ്പെടുന്ന ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയ ഏറ്റവും പുതിയ ലേറ്റസ്റ്റ് ആയ പേരുകൾ ആരാണെന്ന് വെച്ചാൽ, ഒന്ന് നമുക്ക് എല്ലാവർക്കും സുപരിചിതനായ ശ്രീജിത്ത് പണിക്കർ. അതായത് കഴിഞ്ഞ ഒരു ദശകാലമായിട്ട് ചാനൽ ചർച്ചയിൽ നമ്മുടെ ദേശീയ താല്പര്യം മുൻനിർത്തി എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ച് അവതരിപ്പിക്കാൻ കഴിവുള്ള ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ. നല്ലൊരു ഫാൻ ബേസിലോ, കേരളത്തിൽ നല്ലൊരു ഫാൻ ബേസിലോ ഒരാളാണ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ച്, അതായത് നമുക്കറിയാം ഈ പൗരത്വ ഭേദഗതി NRC അതൊക്കെ വ്യക്തമായി പഠിച്ച് ശരിക്കും എല്ലാ ചാനലുകളും കയറി ചെന്ന് എല്ലാവരും അടിച്ച് നിരപ്പാക്കിയ ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ പേര് BJP കാര്യമായി തന്നെ വളരെ ഗൗരവമായി തന്നെ പരിഗണിക്കുന്നു എന്നാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. നമ്മുടെ രാജീവ് ചന്ദ്രശേഖർ, അതായത് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ തന്നെ, അതായത് ഇത്തരം മേഖലയിൽ ഉള്ള ശോഭിക്കുന്ന ആൾക്കാരെ തെരഞ്ഞു പിടിച്ച് പാർട്ടിയിലേക്ക് കൊണ്ടുവരുന്ന തിരക്കിലാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് തന്നെയാണ് രാജീവ് ചന്ദ്രശേഖർ ഓൾറെഡി മൾട്ടിപ്പിൾ ടൈംസ് ശ്രീജിത്ത് പണിക്കറായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്തു എന്നുള്ളൊരു വാർത്ത പുറത്തു വരുന്നുണ്ട്. അത് ബേസിക്കലി ശ്രീജിത്ത് പണിക്കർ പത്തനംതിട്ട പന്തളം സ്വദേശിയാണ്. അപ്പോൾ ഈ പത്തനംതിട്ട കേന്ദ്രീകരിച്ചോ അല്ലെ തിരുവനന്തപുരത്ത് എവിടെയെങ്കിലും പ്ലേസ് ചെയ്യാനാണ് ഒരു പരിപാടി. അപ്പോൾ ശ്രീജിത്തിൻ്റെ ഇഷ്ടം എന്താണെന്ന് ഈ രാജീവ് ചന്ദ്രശേഖർ ചോദിച്ച് മനസ്സിലാക്കി എന്നുള്ള റിപ്പോർട്ടും ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. കഴിഞ്ഞ തവണ നമുക്കറിയാം കെ സുരേന്ദ്രനും ഈ ശ്രീജിത്ത് പണിക്കറും തമ്മിലൊരു ഇഷ്യൂ ഉണ്ടായിരുന്നില്ലേ, അവരെന്തോ ഒരു സോഷ്യൽ മീഡിയയിൽ എന്തോ ചെറിയ ഒരു വാക്തർക്കം ഉണ്ടായിരുന്നില്ലേ. അപ്പോൾ ആ സമയത്ത് തന്നെ ശ്രീജിത്ത് പണിക്കർ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ അസംബ്ലി ഇലക്ഷനിൽ ശ്രീജിത്ത് പണിക്കരോട് BJP മത്സരിക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അത് സീക്രട്ടായിട്ട് ചോദിച്ചാണ്. പക്ഷേ ശ്രീജിത്ത് പണിക്കർ നാട്ടുകാരുടെ മുന്നിൽ വിളിച്ചു പറഞ്ഞു അതങ്ങനെ പറയാൻ പാടില്ലായിരുന്നു. അതായത് രാഷ്ട്രീയ മര്യാദ ഇതൊക്കെ കീപ്പ് ചെയ്യണം ഇത്തരം ഒരു കാര്യങ്ങൾ ചെയ്യുന്ന ഒരാൾക്കാർക്ക്. അപ്പോൾ എന്തുതന്നെയാലും ഇത്തവണ ശ്രീജിത്ത് പണിക്കറുടെ പേര് BJP സജീവമായി പരിഗണിക്കുന്നുണ്ട്. പിന്നെ അത് മാത്രമല്ല ഏത് മണ്ഡലമാണെന്നും പറയുന്നില്ല. ബേസിക്കലി തിരുവനന്തപുരം ആവാം, അതായത് പന്തളം സ്വദേശിയാണ് ശ്രീജിത്ത് പണിക്കർ. പക്ഷേ വർഷങ്ങളായിട്ട് തിരുവനന്തപുരത്ത് താമസിക്കുന്ന ഒരു വ്യക്തിയാണ് ശ്രീജിത്ത് പണിക്കർ. അപ്പോൾ എവിടെ നിൽക്കുന്ന അത്തരം കാര്യങ്ങളൊന്നും ഇപ്പോൾ പുറത്തു വരുന്നില്ല. എന്തുതന്നെയാലും BJP സജീവമായി ശ്രീജിത്ത് പണിക്കർ പരിഗണിക്കുന്നുള്ളൊരു വാർത്തയാണ് ഈ നിമിഷത്തിൽ പുറത്തു വരുന്നത്. പക്ഷേ അത് കഴിഞ്ഞിട്ട് കഴിഞ്ഞ 2 ദിവസമായിട്ട് സോഷ്യൽ മീഡിയയിൽ വലിയ പ്രചാരണം നേടിക്കൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഉണ്ണി മുകുന്ദൻ്റെ ഒരു പേര്. ഉണ്ണി മുകുന്ദൻ്റെ പേരാണ് പാലക്കാടൊക്കെ പറഞ്ഞേക്കുന്നത്. അതിൽ എന്താ സത്യാവസ്ഥ ഒന്നും നമുക്കിപ്പം പുറത്ത് പറയാൻ പറ്റില്ല കേട്ടോ. അതായത് ഉണ്ണിയെ സിനിമാ മേഖല കരിയറിൻ്റെ ആ പീക്ക് സമയത്ത് നിൽക്കുന്ന ഒരു സമയമാണിത്. അത്ര സമയത്ത് പൊളിറ്റിക്സിൽ ഇറങ്ങുമോ എന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. പ്രത്യേകിച്ച് ഉണ്ണിയെ പോലെ, അത് കേരളത്തെ പോലും നമുക്കറിയാം, കേരളത്തിൽ BJPക്ക് ഒരു MLA പോലും ഇല്ല. കേരളത്തിൽ ഇറങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ വലിയ രീതിയിലുള്ള സിനിമ ഇതൊക്കെ ഡാമേജ് ഉണ്ടാവും. അത്തരത്തിൽ അതായത് സിനിമയിൽ നിന്ന് ഒറ്റപ്പെടുത്തും, സൈഡിലും ചെയ്യും, അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാവും. ഉണ്ണിക്കെതിരെ നിരന്തരം ഇത്തരം കാര്യങ്ങളൊക്കെ ഓൾറെഡി നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസരത്തിൽ കരിയറിൻ്റെ പീക്കിൻ്റെ സമയത്ത് നിൽക്കുമ്പോൾ ഉണ്ണി ഈ സിനിമാ ഫീൽഡിലോട്ട് രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങുമെന്ന് കണ്ടറിയേണ്ടിയിരിക്കുന്നു. അപ്പോൾ ഉണ്ണിയുടെ പേര് പറയാൻ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം ഉണ്ണി ഒരു വലിയ സോഷ്യൽ മീഡിയ ഒരു പോസ്റ്റ് ഉണ്ടായിരുന്നു. അതായത് തമിഴ്നാട് മുൻ അധ്യക്ഷൻ, ഭാവി പ്രധാനമന്ത്രി എന്നൊക്കെ പറയുന്ന അണ്ണാമലയുമായിട്ട് ദീർഘനേരം ഏകദേശം 3 മണിക്കൂറോളം സംസാരിച്ചു. അപ്പോൾ എന്താണ് ഇത്ര സംസാരിച്ചതെന്ന് വ്യക്തമാക്കിയില്ല. അപ്പോൾ ഉണ്ണി സോഷ്യൽ മീഡിയയിൽ പറയുന്നതെന്ന് വെച്ചാൽ, അണ്ണാമലയുടെ ജീവിതം, അണ്ണാമല വന്ന പുള്ളിയുടെ കരിയർ, പുള്ളി നേരിട്ട പല കാര്യങ്ങൾ, അതൊക്കെ ട്രൂലി ഇൻസ്പയർഡ് ആണ്. എല്ലാ ജെൻസി പിള്ളേർക്കും, ആൽഫ പിള്ളേർക്കും, ഏത് പ്രായത്തിൽപ്പെട്ട ആൾക്കാർക്കും അത് എന്താ പറയുക വലിയ രീതിയിൽ മോട്ടിവേഷൻ നൽകുന്ന കാര്യമാണ് അണ്ണാമലയുടെ ജീവിതം. അത്തരം കാര്യങ്ങളാണ് സോഷ്യൽ മീഡിയയെ കുറിച്ച്. അപ്പോൾ ഇതിനകത്ത് എന്തെങ്കിലും പൊളിറ്റിക്സ് ഉണ്ടോയെന്ന് പുള്ളി പറഞ്ഞിട്ടുണ്ടോ? പൊളിറ്റിക്സ് സംസാരിച്ചു, സിനിമ സംസാരിച്ചു, സ്പോർട്സ് സംസാരിച്ചു, ജിയോ പൊളിറ്റിക്സ് സംസാരിച്ചു, ഇൻ്റർനാഷണൽ പൊളിറ്റിക്സ് സംസാരിച്ചു, അങ്ങനെ പല കാര്യങ്ങൾ സംസാരിച്ചു പുള്ളി പറയുന്നുണ്ട്. അപ്പോൾ ഇതുമായി ബന്ധപ്പെടുത്തി തന്നെയാണ് ഉണ്ണിയുടെ പേര് പാലക്കാടേക്ക്, അതായത് നമുക്കറിയാം പാലക്കാട് എന്ന് വെച്ചാൽ തമിഴ്നാടായിട്ട് ചേർന്ന് നിൽക്കുന്ന ഒരു സ്ഥലമാണ്. അപ്പോൾ പാലക്കാടേക്ക് ഉണ്ണി മുകുന്ദനെ ഇറക്കാൻ BJP പദ്ധതിയുണ്ട് എന്ന് പല മാധ്യമങ്ങളും പറയുന്നത്. പക്ഷേ BJPയുടെ സൈഡിൽ നിന്ന് ഇപ്പോൾ ഒഫീഷ്യലായിട്ട് ഇത്തിരി ഉണ്ണി മുകുന്ദൻ്റെ പേരൊന്നും ഇങ്ങനെ പുറത്തു വന്നിട്ടില്ല കേട്ടോ. എന്തുതന്നെയാലും അണ്ണാമലയെ കണ്ടത് ഉണ്ണി എന്തെങ്കിലും പൊളിറ്റിക്കൽ ആംബിഷൻ വെച്ചിട്ടാണോ, എന്തെങ്കിലും പൊളിറ്റിക്കൽ പ്രോജക്റ്റിൻ്റെ ഭാഗമായിട്ടാണോ അണ്ണാമലയെ കണ്ടത് എന്ന് വരും ദിവസങ്ങളിൽ നമുക്ക് കാത്തിരിക്കാം. എന്തുതന്നെയാലും ഈ പാലക്കാട് ഉണ്ണി ഇറങ്ങുകയാണെങ്കിൽ പാലക്കാട് സുന്ദരമായിട്ട് ജയിച്ചു കയറും. നമുക്കറിയാം ഉണ്ണിയെ സംബന്ധിച്ചിടത്തോളം ഉണ്ണി
എന്നീ ഏകദേശം 7 ലാംഗ്വേജുകളും നല്ല രീതിയിൽ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ച് നല്ല പ്രസൻറ്റ് ചെയ്യാൻ നല്ല പ്രസൻറ്റേഷൻ സ്കില്ലുള്ള ഒരു വ്യക്തി കൂടിയാണ് ഉണ്ണി മുകുന്ദൻ. അപ്പോൾ അങ്ങനെയുള്ള ഒരാൾ നിയമസഭയിൽ വന്നു കഴിഞ്ഞാൽ ബി ജെ പിക്ക് മുതൽക്കൂട്ടാവും. കൂടെ ഈ ശ്രീജിത്ത് പണിക്കർ പോലെ ആൾക്കാർ, അതായത് എല്ലാ കാര്യങ്ങളും വ്യക്തമായി പഠിച്ച് അതിനെ വിശകലനം ചെയ്ത് അത് കീറി മുറിച്ച് അനലൈസ് ചെയ്ത് പോസ്റ്റ്മോർട്ടം ചെയ്ത് എല്ലാ കാര്യങ്ങളും പഠിച്ച് അതിൻ്റെ പ്രോസ് ആൻഡ് കോൺസ് എടുത്ത ആൾക്കാരെ കൺവിൻസ് ചെയ്യിപ്പിക്കാൻ പറ്റിയ നല്ല കാലിബറുള്ള ഒരാളാണ് ശ്രീജിത്ത് പണിക്കർ. അപ്പോൾ ശ്രീജിത്ത് പണിക്കർ അങ്ങനെയുള്ള ആൾക്കാരൊക്കെ നിയമസഭയിൽ പ്രതിപക്ഷത്തെ ബി ജെ പിയുടെ ആ ഒരു സൈഡിലുണ്ടെങ്കിൽ വലിയ രീതിയിൽ ഭരണപക്ഷം ബുദ്ധിമുട്ടുന്നുള്ള കാര്യത്തിൽ ഒരു സംശയമില്ല. പിന്നെ മൂന്നാമത് പറഞ്ഞേക്കുന്ന ഒരു പേര്, ഇമ്പോർട്ടൻ്റ് പേര് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മുൻ കോഴിക്കോട് കലക്ടറായ പ്രശാന്ത്, ഇപ്പോൾ കലക്ടർ ബ്രോ എന്നൊക്കെ പറയുന്നില്ല, അതായത് പിണറായി വിജയൻ്റെ അപ്രീതിക്ക് പാത്രമായ ഒരാളാണ്. അതായത് സർക്കാർ തന്നെ പറഞ്ഞ് ഇയാൾ സസ്പെൻഡ് ചെയ്തില്ല ഒരു ഘട്ടത്തിലാണുള്ളത്, പിന്നീട് തിരിച്ചെടുത്തു, അത്തരം കാര്യങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുന്നു. അപ്പോൾ എന്ത് തന്നെയാലും ഇവർക്കൊക്കെ നല്ല ഇമേജുള്ള നല്ല എഡ്യൂക്കേറ്റഡ് ആയ ആൾക്കാർ തന്നെയാണ്. അപ്പോൾ ഇത്തരം യുവ ഫേസുകളെ ഈ വരുന്ന ഇലക്ഷനിൽ ബി ജെ പി ഇറക്കാൻ പദ്ധതി ഇടുന്നുണ്ട് എന്ന് തന്നെയാണ് ഇപ്പോൾ പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം തന്നെ പല ആൾക്കാരും, അതായത് ഇന്ന് തന്നെ റെജി ലൂക്കസ് ജോയിൻ ചെയ്തില്ലേ, അപ്പോൾ തന്നെ എല്ലാ മാധ്യമങ്ങളും പറഞ്ഞിട്ടുണ്ടായിരുന്നു, അതായത് നിങ്ങൾ ഇതുവരെ കേൾക്കാതെ, നിങ്ങൾ ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ബി ജെ പിക്ക് വേണ്ടി ഇത്തവണ മത്സരത്തിന് ഇറങ്ങും എന്നുള്ള റിപ്പോർട്ട് പുറത്തു വരുന്നുണ്ട്. അതായത് ഈ സംഘപരിവാറുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന പല മാധ്യമ പ്രവർത്തകർ, അവരായിട്ട് അടുത്ത് ഇടപഴകുന്ന മാധ്യമ പ്രവർത്തകർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒരിക്കലും പ്രതീക്ഷിക്കാത്ത, കേരള ജനത ഒട്ടും പ്രതീക്ഷിക്കാത്ത ആൾക്കാരൊക്കെ ഇത്തവണ ബി ജെ പി സ്ഥാനാർത്ഥി ലിസ്റ്റിലുണ്ടാവും. അത് അവർ വിചാരിക്കും, നിങ്ങൾ കാണുമ്പോൾ വിചാരിക്കും ഇവരൊക്കെ ബി ജെ പി ആയിരുന്നു എന്ന് നിങ്ങൾ അപ്പോൾ വിചാരിക്കും. അപ്പോൾ അത്തരത്തിലുള്ള, അതായത് ഞെട്ടിക്കാൻ പോകുന്ന കാൻഡിഡേറ്റ്സൊക്കെ ബി ജെ പിക്ക് ഇത്തവണ ഉണ്ടാകും എന്നാണ് പുറത്തു വരുന്ന റിപ്പോർട്ട്. അപ്പോൾ ഇതിൻ്റെ ഭാഗമായി തന്നെയാണ് ഈ ശ്രീജിത്ത് പണിക്കരുടെയും ഉണ്ണി മുകുന്ദൻ്റെയും കലക്ടർ പ്രശാന്തിൻ്റെയൊക്കെ കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, പേരുകളൊക്കെ. അപ്പോൾ എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് ഒഫീഷ്യലായിട്ട് ബി ജെ പി തന്നെ ഒഫീഷ്യലായിട്ട് പറയണം. അല്ലെങ്കിൽ എന്താണ് പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതുമായി ബന്ധപ്പെട്ട് ബി ജെ പി തന്നെ ഒഫീഷ്യലായി പറഞ്ഞാൽ മാത്രമേ നമുക്കൊരു ക്ലാരിറ്റി കിട്ടൂ. അത് ബി ജെ പിയുടെ കാര്യം നമുക്ക് തന്നെ അറിയാം. അതായത് ഈ തിരുവനന്തപുരത്ത് കോർപ്പറേഷൻ ഭരണം പിടിച്ചപ്പോൾ എല്ലാവരും പറഞ്ഞു ശ്രീലേഖയായിരിക്കും, മുൻ IPS ഉദ്യോഗസ്ഥയായ ശ്രീലേഖയായിരിക്കും മേയർ എന്നൊക്കെ പറഞ്ഞ് വലിയ രീതിയിലുള്ള പ്രചാരണം കൊഴിപ്പിച്ചു. പക്ഷേ പിന്നീടാണ് വി വി രാജേഷിനെ ഇതാക്കുന്നത്. പിന്നീട് നമുക്ക് മനസ്സിലായി എന്തുകൊണ്ടാണ് ബി ജെ പി വി വി രാജേഷിനെ മേയറാക്കിയെന്ന്. വരും ദിവസങ്ങൾ അതിനുശേഷം നമ്മൾ കണ്ടു മാധ്യമങ്ങളൊക്കെ ഏത് രീതിയിലാണ് ഹാൻഡിൽ ചെയ്യുന്നത്, ഏത് രീതിയിലാണ് ശ്രീലേഖ മാധ്യമങ്ങളെ നേരിടുന്നത്, പരാജയപ്പെട്ട് നമുക്ക് കണ്ടു. അപ്പോൾ ബി ജെ പിയുടെ ഒരു ഒബ്സർവേഷൻ ഉണ്ട്, ഇന്നാളെ സെലക്ട് ചെയ്ത് ഇന്ന് ഇവിടുത്തെ പ്ലേസ് ചെയ്യണം എന്നൊക്കെ കറക്റ്റ് അറിയാം. ഓരോ ടൈമിലും ആൾക്കാരെ പിക്ക് ചെയ്തിട്ട് അവിടെ പ്ലേസ് ചെയ്യാനുള്ള ഒരു കഴിവ് ബി ജെ പിക്ക് മാത്രമേ ഉള്ളൂ. പിന്നെ നമുക്ക് ആദ്യം തോന്നും ഇത് വലിയ രീതിയിലുള്ള ബുദ്ധിമുട്ടുണ്ടാക്കില്ല ബി ജെ പിക്ക് പ്രശ്നമാവില്ല. പക്ഷേ പിന്നീട് മനസ്സിലാവും, കാലം കഴിയുമ്പോൾ 1-2 മാസം കഴിയുമ്പോൾ മനസ്സിലാവും ബി ജെ പിയുടെ സെലക്ഷൻ പെർഫെക്റ്റ് ആയിരുന്നു. ഞാൻ ഒരു ഉദാഹരണം പറഞ്ഞുതരാം. 2017 ഉത്തർപ്രദേശിൽ വലിയ ഭൂരിപക്ഷത്തിൽ അധികാരത്തിലെത്തിയാണ് ബി ജെ പി. ആ സമയത്ത് MP ആയിരുന്ന യോഗി ആദിത്യനാഥിനെ മുഖ്യമന്ത്രി ആക്കിയപ്പോൾ ഇവിടുത്തെ കേരളത്തിലെ ബി ജെ പിക്കാരനെ ചിലപ്പം വലിയ രീതിയിലുള്ളൊരു പ്രശ്നങ്ങളുണ്ടായിരുന്നു. അയ്യോ ഇയാളൊക്കെ പിടിച്ചിട്ട് ഇയാളെ വലിയ രീതിയിൽ വളരെ ഒരു ഫയർ ബ്രാൻഡ് ലീഡറിനെ തന്നെ മുഖ്യമന്ത്രിയാക്കിയത് ശരിയാവോ ഉത്തർപ്രദേശ് പോലുള്ള സംസ്ഥാനത്ത്, അതായത് ഉത്തർപ്രദേശ് പിടിക്കുന്നവരാണ് രാജ്യം ഭരിക്കുക. അപ്പോൾ അങ്ങനെ ആൾക്കാർക്ക് സംശയമുണ്ടായിരുന്നു. പക്ഷേ ഒരു 2-3 മാസം കഴിഞ്ഞപ്പോൾ യോഗിയുടെ പേര് ഭാവി പ്രധാനമന്ത്രി എന്ന രീതിയിലേക്ക് വന്നു. അതാണ് അവരുടെ ബി ജെ പിയുടെ സെലക്ഷൻ പ്രോസസ്സ്. അതാണ് ഒരാളെ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് എവിടെ പ്ലേസ് ചെയ്യണമെന്ന് കറക്റ്റ് അറിയാം. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ട് തന്നെയാണ് ഈ ശ്രീജിത്ത് പണിക്കരെയും നമ്മുടെ ഉണ്ണി മുകുന്ദനെയും ഈ കലക്ടർ പ്രശാന്തിനെയൊക്കെ പേരുകൾ പുറത്തു വരുന്നത്. കാരണം അവരൊക്കെ എന്തൊക്കെ കാലിബർ, അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റുമെന്ന് വ്യക്തമായി ഐഡൻറ്റിഫൈ ചെയ്തിട്ട് തന്നെയാണ് ബി ജെ പി അതിന് മുതിരുന്നത്. അല്ലാണ്ട് ചുമ്മാ ഇങ്ങനെ വഴിയെ പോകുന്ന ആളെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്ന ഒരു പാർട്ടിയല്ല ബി ജെ പി. അവർക്കൊരു സിസ്റ്റം ഉണ്ട്, ഒരു ആർക്കിടെക്ചർ ഉണ്ട്. അവരെല്ലാം അനലൈസ് ചെയ്ത് ഡീറ്റെയിൽഡ് അവരെന്താണ് പ്രോസ് കോൺസ് എല്ലാം പഠിച്ച് അവർക്ക് എന്തൊക്കെ ചെയ്യാൻ പറ്റും, എന്തൊക്കെ ചെയ്യാൻ പറ്റില്ല എന്ന് കണ്ടിട്ട് തന്നെയാണ് ഒരാൾ അപ്രോച്ച് ചെയ്യുന്നത്, ഒരാളെ സ്ഥാനാർത്ഥിയാക്കി നിർത്തും. അതിന് ഏറ്റവും വലിയ ഉദാഹരണമാണ് തിരുവനന്തപുരത്തെ മേയർ സെലക്ഷൻ. ഇവിടെ മാധ്യമങ്ങളൊക്കെ വലിയ രീതിയിൽ പറഞ്ഞിട്ടും വി വി രാജേഷിനെ എന്തുകൊണ്ട് മേയറാക്കിയെന്ന് നമ്മൾ വരും ദിവസങ്ങളിൽ കണ്ടു. അപ്പോൾ എന്ത് തന്നെയാലും കേരള രാഷ്ട്രീയം ഞെട്ടിക്കാൻ തന്നെയാണ് ബി ജെ പിയുടെ തീരുമാനം. വലിയ സ്ഥാനാർത്ഥികൾ വരട്ടെ, യുവാക്കൾ വരട്ടെ. ഇവിടെ ട്രഡീഷണലായിട്ട് വർഷാവർഷം ഓരോ 5 വർഷം കൂടുമ്പോൾ ജനങ്ങളെ പറ്റിച്ച് കണ്ണുപിടിയിട്ട് അധികാരത്തിൽ തുടർന്ന ഓരോ ആൾക്കാരുണ്ടല്ലോ, അവർക്ക് മുഖത്തട്ടി കിട്ടണം. ഇത്തരം ആൾക്കാരുടെ നിയമസഭയിൽ വരട്ടെ. ഇവർ ചെയ്യുന്ന എല്ലാ തെണ്ടിത്തരം വിളിച്ചവർ ജനങ്ങളോട് വിളിച്ച് പറയണം. അത്തരത്തിലെ കാലിബറും കപ്പാസിറ്റിയും ചങ്കുറപ്പുള്ള പിള്ളേർ നിയമസഭയിലെത്തട്ടെ. നമുക്കതിനായി കാത്തിരിക്കാം. നന്ദി, നമസ്കാരം. മറ്റൊരു വീഡിയോ കാണാം.